ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് ഹോട്ട് 60 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 60 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരും. പിന്നെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേക്ക് ഇതിൽ വരും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 4500 നിറ്റ്സ് ആയിരിക്കും. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക 155 ഗ്രാം മാത്രമായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലോണം വെയിറ്റ് കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുപോലെ തന്നെ തിക്നെസ് വരിക 5.95 mm ആയിരിക്കും. അപ്പോൾ തിക്നെസ്സും വളരെ കുറവായിരിക്കും. അതായിരിക്കും ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്ന കാര്യം. പിന്നെ ഈ ഫോണിൽ അലൂമിനിയം ഫ്രെയിമും അതുപോലെ തന്നെ നാനോ ഫൈബർ ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ കോറൽ ടൈറ്റ്, മിസ്റ്റി വയലറ്റ്, സൈബർ ഗ്രീൻ, സോണിക് യെല്ലോ, ടൈറ്റാനിയം സിൽവർ അതുപോലെ തന്നെ സ്ലീക്ക് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 5G പ്രോസസ്സർ അല്ല, മാക്സിമം 4G സപ്പോർട്ടേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ അത്ര മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വന്നോളണം എന്നില്ല. ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും വരിക. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഒരു 16,200 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ ആയിരിക്കില്ല. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലും വന്നേക്കാം. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. NFC സപ്പോർട്ട് ഇതിൽ വരും. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി IMX AA2ൻ്റെ സെൻസർ ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ക്യാമറ സെൻസർ തന്നെയാണ്. പിന്നെ രണ്ടാമത് ഒരു സെൻസറും വന്നേക്കാം. ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5160 mAh ബാറ്ററി വരുന്നതായിരിക്കും. ഇപ്പോൾ വെയിറ്റ് 155 ഗ്രാമും തിക്നെസ് 5.95 mm ആയിരിക്കും എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വെയിറ്റും തിക്നെസ്സും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും ആദ്യം നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്യുള്ളൂ, ചിലപ്പം ഇതിൻ്റെ 5G വെർഷൻ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നൈജീരിയയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 16,200 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 60 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.